ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ശബരിമലയ്ക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇന്ന് മാല കെട്ടി നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതല്ല ഇറങ്ങാൻ നിൽക്കുകയാണ്. സോ അതിന് മുൻപേ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം കെട്ടി നിറച്ച സമയമാണ്. അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തുടങ്ങുകയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഗുരുവായൂരായിരിക്കും മെയിനായിട്ട് അടുത്തത് കയറാൻ പോകുന്നത്. അപ്പം എന്തായാലും ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണുന്നതാണ് കേട്ടോ. ശബരിമല മൊത്തത്തിൽ നമ്മൾ ഫുള്ളെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തെങ്കിലും മാക്സിമം നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കെട്ടുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 21 പേരൊക്കെ ഉണ്ടായിരുന്നു. ട്രാവലിലാണല്ലോ പോകുന്നത്. അത്ര പേരൊക്കെ കുട്ടികളെല്ലാം കൂടി 20 ആ ഒരു റേഞ്ചും ആൾക്കാരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്കുള്ള കെട്ടുന്നവരേ ഉള്ളൂ, വളരെ കുറവായിരുന്നു. എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു ഗുരുസ്വാമി. അപ്പം നമ്മളവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു കെട്ടുന്നവരെയൊക്കെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര നടക്കുന്നത് മണ്ഡലകാലത്താണ്. കുറച്ച് മുന്നെയാണ്, ഒരു 2-3 മന്ത് മുന്നെയാണ്. പക്ഷെ അന്ന് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. തിരക്കൊക്കെ ജോലി തിരക്കുകൾ കാരണം ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് നേരം വൈകിയത്. അപ്പം ഇപ്പോഴല്ല അത് നടക്കുന്നത്. അപ്ലോഡ് ചെയ്യുന്ന ഈ സമയത്തല്ല, കുറച്ച് മുന്നേ നടന്ന ഒരു യാത്രയാണ്. അതിൻ്റെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. കെട്ടുന്നവരെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ നമുക്ക് രാവിലത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാം കഴിഞ്ഞു. പിന്നെ ബസ്സിലേക്കത് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാണ് അച്ഛൻ കേട്ടോ. അപ്പം ഇവിടെ നമുക്കിപ്പോൾ എല്ലാവരും ഇപ്പം വന്നിട്ടുണ്ട്. നമ്മൾ പോയത് പട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ നിന്നാണ് കേട്ടോ. അതവിടെ കോഴിക്കോടുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ കെട്ടി നിറച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചു. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉണ്ടായിരുന്ന ബ്രോ. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പം കുറച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ അടുത്തൊരു കട നോക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇപ്പം ഫുഡ് കഴിക്കുന്ന അവിടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു പോകുന്ന വഴിക്കാണ് കേട്ടോ. ആ കറക്റ്റ് സ്ഥലം ഞാൻ വീഡിയോ കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ. കറക്റ്റ് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇവിടേക്ക് എന്താ വെച്ചാൽ മണ്ഡലകാല സമയത്ത് ഇവിടേക്ക് നമ്മളെ പോകുന്ന വണ്ടികളൊക്കെ, അസാധാരണ വണ്ടികളൊക്കെ അവർ നിർത്തിക്കും. കൈകാട്ടി നിർത്തിച്ചിട്ട് നമുക്ക് ഫുഡ് ഫുൾ അന്നദാനമാണ്, ഫ്രീ ആണ് കേട്ടോ. നമ്മൾ എമൗണ്ടൊന്നും കൊടുത്തിട്ടില്ല. എന്താ നല്ല ഇത് തന്നെയായിരുന്നു. നമുക്ക് എന്തായാലും ഒരു ഫുഡ് കിട്ടുക, അല്ലെങ്കിൽ ചോറ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല വലിയ കാര്യം തന്നെയാണ്. പോയിട്ട് അപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ നല്ലൊരു ചോറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു ഏരിയ പറഞ്ഞ മലപ്പുറം സ്ഥലം എവിടെയാണ്? പൊന്നാനിയാ? അപ്പം ഗൈസ്, ഇത് മലപ്പുറം പൊന്നാനി ആട്ടോ വരുന്നത്. പൊന്നാനിയാണ് വരുന്നത്. പുന്നക്കൽ അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം വരുന്നത്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതും അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. നമുക്കൊരു ചോറ് അല്ലെങ്കിൽ കഞ്ഞി തന്നെ പറയാം, അങ്ങനെ അത് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ മമ്പയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു പ്രവൃത്തി തന്നെയാണിത്. ഇപ്പോൾ പുന്നക്കൽ അമ്പലത്തിനടുത്ത് പൊന്നാനി മലപ്പുറമാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോകണം. അപ്പം കുറച്ച് ദൂരം പോകാനുണ്ടല്ലോ. അപ്പോൾ നമ്മളെന്തായാലും നേരെ ഇനി ഗുരുവായൂർക്കാണ് പിടിക്കുന്നത് കേട്ടോ. ഗുരുവായൂരേക്കാണ് പോകുന്നത് നേരെ. ഫസ്റ്റ് അവിടെ തന്നെ കയറാനായിട്ടാണ് പോകുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂർ എത്താനാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങാൻ പോകാം കേട്ടോ. ഗേസ് ഇപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്, ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പോഴും മഴക്കാറുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നമുക്കന്ന് ഒരു മഴക്കാറുണ്ടായിരുന്നു. ചെന്നൈയിലൊക്കെ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു ഉണ്ടായിരുന്നത്. യെല്ലോ അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച ആ ഒരു സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കറിയില്ല പുറത്തിറങ്ങാൻ പറ്റുമോ അറിയില്ല. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന്
നമ്മളവിടെ എത്തിയപ്പോഴും മഴ കഴിഞ്ഞു. നമുക്ക് സുഖമായിട്ട് ഗുരുവായൂർ പോയി നടന്ന് സുഖമായിട്ട് വന്നിട്ട് തൊഴുതിട്ട് തിരിച്ചു വരാൻ പറ്റി. നമ്മൾ പോണ വഴിക്കൊക്കെ മഴയായിരുന്നു. അപ്പം നമുക്ക് പേടിയുണ്ടായിരുന്നു ഗുരുവായൂർ മഴയത്ത് കൊളാവുമെന്ന്. പക്ഷെ നമ്മളവിടെ എത്തിയപ്പം മഴ തീർന്നു. സുഖമായിട്ട് അവിടുന്ന് കാണാൻ പറ്റി. അപ്പം നമ്മളിതാ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാർക്കിങ്ങിൽ കയറ്റിയിട്ടുണ്ട്. ഗുരുവായൂർ പാർക്കിങ്ങിലവിടെ വെച്ചിട്ട് നമ്മളിപ്പം പുറത്തേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഗുരുവായൂർ പുതിയതായിട്ട് വന്നിട്ടുള്ള പാർക്കിംഗ് ഒക്കെ കേട്ടോ. നമുക്കിപ്പം വലിയ വണ്ടിയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ അധികവും ട്രാവലറോ അങ്ങനത്തെ ഒക്കെയാണ് വരുന്നത് കേട്ടോ. അതൊക്കെയാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇത് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഒരു 700 മീറ്ററൊക്കെ നടക്കാനുണ്ട് അങ്ങോട്ട് ഗുരുവായൂരേക്ക്. നമ്മളെന്തായാലും നടക്കുകയാണ്. കാലിൽ ചെരുപ്പൊന്നുമില്ല, അറിയാലോ, റിസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കുണ്ടായിരുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ആണെങ്കിൽ പോലും, ശബരിമല സീസൺ ആണെങ്കിൽ പോലും നമ്മൾ ആ യെല്ലോ അലർട്ടുള്ള സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളായിരുന്നു. മഴ ഭയങ്കരമായിട്ട് മഴയും കാറ്റൊക്കെ ആയിരുന്നു. സോ തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത്. മണ്ഡലകാലമാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരും ആന്ധ്രക്കാരും അവരൊക്കെ സ്റ്റേ അടിച്ചിട്ട് ഇവിടേക്ക് വരാത്തൊരു സമയത്തായതുകൊണ്ട് തന്നെ നമുക്കൊരു തിരക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് സുഖമായിട്ടാണ് നമ്മളത്